നമസ്കാരം. മലയാള സിനിമയിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തന്റേതായി ഇടം കണ്ടെത്തിയ നടിമാരിൽ ഒരാളാണ് ദർശന രാജേന്ദ്രൻ. വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി ഇപ്പോൾ. അടുത്തിടെ ഇറങ്ങിയ ജയ് ജയ ഹേ ഉൾപ്പെടെ ശ്രദ്ധേയമായ ഒട്ടേറെ സിനിമകൾ താരം ചെയ്തിരുന്നു. ചെയ്യുന്ന സിനിമകളെല്ലാം ഒന്നിലൊന്ന് വ്യത്യസ്തവും മികച്ച കഥാപാത്രങ്ങളുമായാണ് എന്നതാണ് ദർശനെ വ്യത്യസ്തമാക്കുന്നത്. ഹൃദയം, സിയു സോൺ തുടങ്ങിയ സിനിമകളെല്ലാം ദർശനയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു. എന്നാൽ തന്നെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടെന്നാണ് ദർശന പറയുന്നത്. ഹൃദയം സിനിമ ഇറങ്ങിയ സമയത്ത് താൻ അതിൽ നായികയായത് ചിലർക്ക് തീരെ പിടിച്ചിരുന്നില്ലെന്നാണ് ദർശന പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദർശന മനസ്സ് തുറന്നത്. പുതിയ സിനിമയായ പാരഡൈസിന്റെ പ്രൊമോഷന് വേണ്ടി എത്തിയതായിരുന്നു ദർശന. ചിത്രത്തിലെ നായകൻ റോഷൻ മാത്യുവും ഒപ്പമുണ്ടായിരുന്നു. കമന്റ്സ് നോക്കുന്നത് മെന്റലി ഒരു അകലം പാലിച്ച് നോക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും നോക്കും. അപ്പോൾ എന്നെ ഒട്ടും ബാധിക്കാറില്ല. ഹൃദയത്തിന്റെ സമയത്തൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ഇതുപോലൊരു സ്പേസിൽ ഇങ്ങനത്തെ ഒരു ലീഡ് നടിയായിരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ ലുക്കിന്റെ കാര്യത്തിൽ. അതിനാൽ എന്നെ പോലൊരാളെ കണ്ടപ്പോൾ പലരെയും അത് അസ്വസ്ഥരാക്കിയെന്നാണ് ദർശന പറയുന്നത്. ആളുകളെ അസ്വസ്ഥരാക്കാൻ സാധിച്ചുവെന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്നെപ്പോലെയുള്ള ഒരാൾക്കും പ്രണയിക്കാം, സ്ലോ മോഷനിൽ നടക്കുകയും മുടി ഫ്ലിപ്പ് ചെയ്യുകയും ചെയ്യാനാകും. അതിനാൽ സൗന്ദര്യത്തെക്കുറിച്ച് ആ ചർച്ചകളിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ എന്നെ പൂരത്തെറിയായിരുന്നു എന്നാണ് ദർശന പറയുന്നത്. ഇതിനെയൊക്കെ എന്തിനാണ് പ്രണവ് മോഹൻലാലിനെ കൊണ്ട് പ്രേമിക്കുന്നത് എന്ന ടോണിലാണ് കമന്റുകളെന്നും ദർശന പറയുന്നു. റോഷനും രാജേഷ് മാധവും സുഹാസും ഒക്കെ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമായിരുന്നു. ഒരു അകലം വെച്ച് കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ എല്ലാത്തരം കമന്റുകളും ആസ്വദിക്കും. ഡൗൺ ആണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാറില്ല. എന്നെ അത് ബാധിക്കും. അപ്പോൾ ഇവർ അയക്കില്ലെന്നും താരം പറയുന്നു. കാണാൻ ഒരു ലുക്കുമില്ലെങ്കിലും ദർശനയുടെ ഒരു ആത്മവിശ്വാസം ഹോ എന്നൊക്കെയാണ് കമന്റുകൾ. ഇവർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാണിച്ചു തരാൻ എന്നും ദർശന പറയുന്നു. വേസ്റ്റ് ആക്ടർ കൂതറ റോഷൻ എന്ന തന്നെ വല്ലാതെ ബാധിച്ച കമന്റിനെ കുറിച്ചും റോഷൻ സംസാരിക്കുന്നുണ്ട്. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. 2014 മറ്റോ ആണ്. ഏത് പടമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പാട്ടിന്റെയോ ട്രെയിലറിന്റെയോ അടിയിലാണ് ഈ കമന്റ് കാണുന്നത്. അതും ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്പേസ് ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല മറ്റ് അഭിനേതാക്കളൊക്കെയുള്ള വീഡിയോയുടെ താഴെയാണെന്ന് റോഷൻ പറയുന്നു. എന്നെ ബാധിച്ചത് അയാൾ എഴുതിയ വാക്കുകളല്ല. ക്യാപ്സ് ലോക്ക് ഇട്ട് ഒരു സ്പേസ് പോലും ഇടാതെ അത്രയും ഇന്റൻസിറ്റിയില്ലാതെ പറയാൻ അദ്ദേഹത്തിന് തോന്നിയല്ലോ എന്നാണ്. മെസ്സേജ് അയക്കുമ്പോൾ ക്യാപ്സ് ലോക്ക് ഇടുന്നത് എപ്പോഴാണ്? എന്നാൽ പോലും സ്പേസ് ഇടും. അതുപോലും ഇടാതെ അയാൾക്ക് എഴുതണമെങ്കിൽ ഞാൻ എന്ത് മോശം നടനായിരിക്കണം? അത് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കും. ആ വിഷ്വൽ ഒരിക്കലും മറക്കില്ലെന്നാണ് താരം പറയുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ദർശനയുടെ അമ്മ നീരജ രാജേന്ദ്രനും. കുറെ സിനിമകളിലൂടെ ഇപ്പോൾ മലയാളികളുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. ആവേശം എന്ന സിനിമയിലെ ഫഹദിന്റെ അമ്മയായി ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നേരത്തെ രക്ഷാധികാരി ബൈജു ഒപ്പ്, തൃശൂർ പേരൂർ, ക്ലിപ്തം തുടങ്ങിയ സിനിമകൾക്കാണ് നീരജ അഭിനയിച്ചത്. കരിക്കിന്റെ സാമർഥ്യശാസ്ത്രം എന്ന സീരീസിലും നീരജ അഭിനയിച്ചിരുന്നു. സിയു സൂൺ, വൈറസ്, ലിറ്റിൽ മിസ് റൗത്തർ തുടങ്ങിയ ചിത്രങ്ങളിലും നീരജ രാജേന്ദ്രൻ അഭിനയിച്ചു. ദർശന അഭിനയിച്ചതിൽ ജയ് ജയ ഹേ കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡിയർ ഫ്രണ്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാവർക്കും ആഗ്രഹിച്ചിട്ടൊന്ന് കൊടുക്കാൻ പറ്റാത്തത് കാണിക്കുന്ന സിനിമയാണ് ജയ് ജയ ഹേ. അമ്മയെക്കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നുവെന്നും ഈ അഭിനന്ദനങ്ങളെല്ലാം അമ്മ അറിയിക്കുന്നുണ്ടെന്നും ദർശന നേരത്തെ പറഞ്ഞിരുന്നു. അമ്മയും മകളും സിനിമയിൽ ഒന്നിച്ചെത്തിയപ്പോൾ തന്നെ നിരവധി കമന്റുകൾ അങ്ങനെയും എത്തിയതായി പറയുന്നുണ്ട്. വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളും എത്തിയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്.